എന്ത് അതെ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ കാണാനാണല്ലേ കൂട്ടുകാർക്ക് കൂടുതൽ ഇഷ്ടം, എനിക്കറിയാം. അപ്പോൾ നമ്മുടെ മുന്നത്തെ ഇട്ട 2-3 വീഡിയോസിന് അധികം വ്യൂസ് ഒന്നുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല രസമുള്ളൊരു കാഴ്ചകളായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല മഞ്ഞും തണുപ്പൊക്കെയാണ്. അപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ മഞ്ഞ്. അപ്പോൾ നമ്മുടെ അവിടെ അങ്ങനെ കുറവാണ്, വീടുകളുടെ ഒരു ഭാഗത്തൊന്നും കാര്യമായിട്ടുള്ള മഞ്ഞുകളൊന്നും ഉണ്ടാവില്ല. പാടത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞും നല്ല കാണാൻ തന്നെ നല്ല രാവിലെ തന്നെ നല്ലൊരു കാഴ്ചയായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലും കുറച്ചൊക്കെ മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂര്യനൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ രാവിലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതാ കുറച്ച് വീഡിയോസൊക്കെ, ചിട്ടിക്കുട്ടിയാണ് കേട്ടോ രാവിലത്തെ വീഡിയോസൊക്കെ എടുത്ത് തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ അവൾ എടുത്തു തരും. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എണീറ്റ് വന്നപാടെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തലേദിവസം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടാണ് കേട്ടോ കിടന്നത്. അതുകൊണ്ട് രാവിലെ വന്നപ്പോൾ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. എന്നാലും വേഗം തന്നെ അതാ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നിന്നു കേട്ടോ. ഇന്നിപ്പോൾ എണീക്കുമ്പോൾ 6:20 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മടിയുണ്ടായിരുന്നു ഇന്ന് എണീക്കാനായിട്ട്. അപ്പോൾ ഏട്ടനെ വിളിച്ചിട്ട് കുറച്ച് തീയൊക്കെ കത്തിച്ച് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുപ്പ് കത്തിക്കാനുള്ള ഒരു മടി കൊണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ നീ പോയി കത്തിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ പിന്നെ അങ്ങനെ എണീറ്റ് വന്നപ്പോൾ പിന്നെ ആൾ ഒരു സങ്കടം കൊണ്ട് വേഗം വന്നതാ അടുപ്പൊക്കെ കത്തിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അടുപ്പ് കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ എണീറ്റ്. അപ്പോൾ ആൾ വന്ന് അടുപ്പൊക്കെ നന്നായി കത്തിച്ച് തന്ന് വെള്ളമൊക്കെ വെച്ചു. ഇതാ ചോറിന് അരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനിടയ്ക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ചാരുമോൾക്ക് ക്ലാസ്സിൽ പോകണമല്ലോ, അപ്പോൾ അവൾക്ക് പോകുമ്പോഴത്തേക്കും കഴിക്കാനുള്ള ഉപ്പുമാവും ചായയൊക്കെ റെഡിയാക്കി കൊടുത്തു. അവൾ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഏട്ടന് പണി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഏട്ടനും കഴിച്ച് ആളും പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ പോകുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു തിരക്കാണ് കേട്ടോ, ചിട്ടിക്കുട്ടി പോണ ഒരു തിരക്കാണ് ഇനിയിപ്പോൾ ഒരു 8:30 വരെ. അങ്ങനെ ഞാനിത് ആ ചോറിൻ്റെ അടുപ്പത്ത് അരിയൊക്കെ ഇട്ടിട്ട് രാവിലെ എണീറ്റപ്പോൾ നമ്മുടെ വീടൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. കുറേ ദിവസമായില്ലേ നമ്മുടെ വീടൊക്കെ വീഡിയോയിൽ അങ്ങോട്ട് കാണിച്ചിട്ട്. അപ്പോൾ എന്തായാലും വീട്ടിലെ പണികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇതാ പയർ പൊട്ടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒരു പച്ചക്കറിയും ഉണ്ടായിരുന്നില്ല. കാരണം 2-3 ദിവസം ഇവിടെ 2 ദിവസം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിന് മുന്നേ ഞാൻ പച്ചക്കറി വാങ്ങിക്കലൊക്കെ നിർത്തിയിട്ടാണ്. കാരണം ഫ്രിഡ്ജിലിരുന്ന് വെറുതെ കേട് വന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. വീട്ടിലെത്തിയിട്ട് 2 ദിവസമായിട്ടും പച്ചക്കറികളൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ഉള്ളത് കൊണ്ടൊക്കെ അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്ന് എന്തായാലും ഇതാ പയർ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അമ്പലത്തിൽ പോണതിന് മുന്നത്തെ ദിവസം വലിച്ചതായിരുന്നു കേട്ടോ പയർ. ഇന്നിപ്പോൾ ഒരു 3-4 ദിവസം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ പയറൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കുരുവികളുടെ ശല്യം ഉണ്ട് കേട്ടോ. കുരുവികളൊക്കെ വന്നിട്ട് പയറിങ്ങനെ ഒന്ന് മൂക്കാൻ വിടണില്ല. അങ്ങനെ അങ്ങോട്ട് കൊത്തിപ്പറുക്കിയിട്ട് നമ്മുടെ പയറിൻ്റെ തൊണ്ടുണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പയർ മൂത്ത് കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് നമ്മുടെ കുഞ്ഞു കുരുവികളൊക്കെ വന്ന് കടിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ വിത്തിന് നിർത്തണം എന്ന് വിചാരിച്ചിട്ട് നിർത്തിയിട്ടുമില്ല കേട്ടോ. വിത്ത് അടുത്ത പ്രാവശ്യം വിത്ത് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നിർത്തിയാൽ ഉണ്ടാവുന്നില്ല. കാരണം കുരുവികൾ വന്ന് മണിയൊക്കെ പെറുക്കി തിന്നാൽ പിന്നെ ഇപ്പോൾ വിത്ത് എവിടെ നിന്നാണ്. അങ്ങനെ ഞാനിതാ രാവിലെ തന്നെ പയറൊക്കെ നമ്മുടെ പൊട്ടിച്ച് ഉപ്പേരി വെക്കാനുള്ള പുറപ്പാടിലാണ്. ചിട്ടിക്കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവൾ ഉച്ചയ്ക്കൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. വല്ല ഇഡ്ഡലിയും ദോശയൊക്കെ ആണെങ്കിൽ കഴിക്കാനായിട്ട് എടുത്തിട്ട് പോവുള്ളൂ. അപ്പോൾ അതാ ഒരു പിടി കിട്ടിയിട്ടുണ്ട് കേട്ടോ പയർ. എന്തായാലും ഞാനതൊക്കെ ഒന്ന് മുറിച്ച് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഇതാ രാവിലെ പയറുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പയറൊക്കെ കാര്യമായിട്ട് പൊട്ടിച്ചു. അവസാനം പയറുപ്പേരി അടുപ്പത്താക്കുമ്പോഴത്തേക്കും ചിട്ടിക്കുട്ടിൻ്റെ മനസ്സ് മാറിയിട്ടാണ്. അവൾക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പയറുപ്പേരി കഴിക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് മടുത്തമ്മ എന്നും പറഞ്ഞിട്ട് ബുൾസൈ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി അച്ഛൻ ബുൾസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവളിങ്ങനെ നോട്ടം ഇട്ട് വെച്ചതാണ് കേട്ടോ, എനിക്ക് നാളെ ഇതുപോലെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട്.
പുള്ളിക്കാരത്തി അതൊന്നും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല. അത് ഉന്നം വെച്ചിട്ട് നടക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്തായാലും ആ പയർ മണിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അധികം നന്നായിട്ട് മൂത്ത പയറായതുകൊണ്ട് തന്നെ മണികളൊക്കെ ഇട്ട് ഉപ്പേരി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ പൊട്ടിക്കുന്ന പയർ മാത്രമാകുമ്പോൾ അതൊരു ഇതുണ്ടാവില്ല. മൂത്തത് കൊണ്ട് നല്ല ഒരു പയറിൻ്റെ മണിയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്പേരിക്ക്. അങ്ങനെ ഞാനിതാ പയറൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. പല്ല് വെച്ചാ പല്ല് വെച്ചിട്ട് പോയി കുളിക്ക്. മുറ്റം അടിച്ചു വിടല്ലേ? വയ്യേ? അപ്പോൾ പയർ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീൻകാരൻ്റെ ഒച്ച കേട്ടിട്ട് വന്നതാണ് കേട്ടോ. വെളിയിൽ വന്ന് നോക്കിയപ്പോൾ അതാ മീൻകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ വ്രതമൊക്കെ എടുത്തതിന് ശേഷം മീനൊന്നും വാങ്ങിച്ചിട്ടില്ല. അമ്പലത്തിൽ പോയിട്ട് വന്ന ശേഷം മീനൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ മീൻകാരൻ വന്നപ്പോൾ പിന്നെ ഞാൻ എന്തായാലും 1 കിലോ മത്തി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ മത്തി അയിലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മത്തി 1 കിലോ വാങ്ങിച്ച് അകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൈസയൊക്കെ കൊടുത്ത ആളിനെ പറഞ്ഞു വിടാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ അധികവും മത്തിയും അയിലയും തിലോപ്പി അതൊക്കെ തന്നെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചെമ്പല്ലി അങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ. അല്ലാതെ വേറെ കൊഞ്ചോ അങ്ങനെയുള്ള മീനുകളൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ. അത്യാവശ്യം അപൂർവം സമയങ്ങളിൽ മാത്രമേ ഇവിടെ അങ്ങനത്തെ മീനുകളൊക്കെ കിട്ടുള്ളൂ. പിന്നെ പച്ച നങ്കി മാന്തള മീൻ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മാർക്കറ്റിൽ പോയി വെച്ചാൽ രാവിലെ നേരത്തെ പോയാൽ അങ്ങനെ വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ എന്തായാലും മീൻകാരനെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനിതാ ഉപ്പേരി അടുപ്പത്താക്കാനായിട്ട് പോയി. അപ്പോൾ അതാ ബുൾസിൻ്റെ ആൾ വന്നിട്ട് ബുൾസി ഉണ്ടാക്കിത്താ പറഞ്ഞിട്ട് കുറച്ച് നേരമായി പറയാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ആ ഒരു ചീനച്ചട്ടി തന്നെ അങ്ങോട്ട് ബുൾസി ഉണ്ടാക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചു. അവസാനം ബുൾസ പോയി ഓംലേറ്റ് പരുവമായിട്ടുണ്ട്. കാരണം ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ച ചീനച്ചട്ടിയിലാണല്ലോ വെച്ചത്. മുട്ട പൊരിക്കുകയും മീൻ പൊരിക്കാനൊക്കെ വാങ്ങിച്ച പാത്രത്തിലാണെങ്കിൽ മര്യാദയ്ക്ക് കിട്ടുമായിരുന്നു. ഏതായാലും കുഴപ്പമൊന്നുമില്ല, പൊട്ടിയാലും നമ്മളല്ലേ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അവൾക്ക് മുട്ടയൊക്കെ പൊരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ബുൾസയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പകുതി വേവിച്ചിട്ടാണല്ലോ എടുക്കുക. അപ്പം ഞാനിവിടെ അങ്ങനെ പകുതി വേവിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് തിരിച്ച് മറിച്ചു വിട്ട് വേവിച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചെട്ടിക്കുട്ടി ബുൾസിയൊക്കെ ആക്കിയിട്ട് സ്കൂളിൽ പോയി. അതിന് ശേഷം ഞാൻ മീനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, വേഗം തന്നെ അത് നന്നാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഉപ്പും മുളകൊക്കെ പുരട്ടിയെടുക്കണം. അപ്പം ഞാൻ എന്തായാലും ഇതാ കുറച്ച് മീൻ എടുത്തിട്ട് ഉപ്പും മുളകൊക്കെ പുരട്ടുകയാണ് കേട്ടോ. അപ്പോൾ വേഗം കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് പഞ്ചായത്തിൽ വരെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വഴിയെ പറയാം എന്താ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുകയല്ല, എന്തായാലും നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ പോണത്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഉപ്പും മുളകും മല്ലിയല്ല മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മുളകൊക്കെ തിരുമ്പി വെക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് വന്നിട്ട് വറുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് ചെറിയുള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ സവാളയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കറി വെക്കാനുള്ളതൊക്കെ മുറിച്ച് വെച്ചു കേട്ടോ മത്തി. അപ്പോൾ എനിക്ക് ഈ വലിയ മത്തികൾ ഇങ്ങനെ ഒരുമിച്ച് അങ്ങനെ കറിയിലിടുന്നത് ഇഷ്ടമല്ല കേട്ടോ. കുഞ്ഞു മത്തിയാണെങ്കിൽ ഞാൻ മൊത്തമായിട്ട് ഇടും. വലുതൊക്കെ ആണെങ്കിൽ അങ്ങനെ കീറിയിട്ട് അതായത് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ ഇടാറുള്ളത്. അങ്ങനെ മീൻ കറിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ വേഗം തന്നെ മീൻ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അങ്ങോട്ട് വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഒരേ ധൃതിയായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും അതെല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ കുളിയും നനയൊക്കെ കഴിഞ്ഞ് വണ്ടി കയറിയിട്ടുണ്ട്. നമുക്ക് മാത്തൂർ പഞ്ചായത്ത് വരെ ഒന്ന് പോകാനുണ്ട്. അപ്പം ഞാൻ എന്തായാലും ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിലാണ്. രാവിലത്തെ തണുപ്പും ഇതൊന്നും നോക്കണ്ട, നല്ല മുടിഞ്ഞ വെയിലാണ് കേട്ടോ. അപ്പോൾ ആ വെയിലത്ത് കുടയൊന്നും പിടിക്കാതെ ആ വെയിൽ മൊത്തം ആർക്കും കൊടുക്കില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ മൊത്തം അങ്ങോട്ട് കൊണ്ടിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കനാല് വരമ്പിൽ കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നറിയാം. ഞാൻ പഞ്ചായത്തിലേക്ക് പോവാണ്. നമ്മുടെ
കൂട്ടുകാരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നിട്ടോ ഇപ്പോഴല്ല +1 പഠിക്കുന്ന കാര്യം എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അതിലൊരു തീരുമാനം എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി പോവുകയാണ് കേട്ടോ. എന്താവുന്നൊന്നും അറിയില്ല, എന്തായാലും രജിസ്റ്റർ ചെയ്ത് വെക്കാം. അപ്പോൾ എന്തായാലും ഞാനിത് ആ പഞ്ചായത്തിലേക്ക് പോവാണ്. നമ്മുടെ ഫ്രണ്ട്സ് 1-2 പേരൊക്കെ കൊടുത്തു. ഞങ്ങൾ 1-2 പേരുണ്ട്. കൊടുത്തിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ക്ലാസ് തുടങ്ങുമ്പോൾ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും കൊടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പഞ്ചായത്തിൽ പോയി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ വേഗം വന്നത് അടുത്തുള്ള ഒരു ബേക്കറിയിൽ കയറി. ഞങ്ങൾ തണുത്തത് എന്തെങ്കിലും കുടിക്കാമെന്നും പറഞ്ഞിട്ട് ഞാനും എൻ്റെ സരിത ചേച്ചിയും കൂടെ കയറിയതാണ് കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് 10ാം ക്ലാസ്സൊക്കെ എഴുതിയത്. അയ്യോ, ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര ചമ്മൽ, വീഡിയോ ഒക്കെ എടുക്കുന്നത് പറഞ്ഞപ്പോൾ നീ എടുക്കണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു, മടിയായിട്ട്. അപ്പോൾ ഞാൻ ഇല്ലല്ലോ, എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്നും കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ സരിതാ കൃഷ്ണൻ. അപ്പോൾ ആ ഒരു ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതാ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ ഒരു ക്ഷീണമല്ലേ. അപ്പോൾ പിന്നെ കുറേ ആയിട്ടാണ് കണ്ടിട്ട്, ഇതിപ്പോൾ ഇടയ്ക്കൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതാ കട്ട്ലറ്റും പപ്സും ലെമണും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട്, ലെമണല്ല എന്തോ ഒരു ജ്യൂസ്, ഗ്രേപ്പ് ലെമൺ എന്ന് പറഞ്ഞിട്ടൊരു ജ്യൂസൊക്കെ വാങ്ങിച്ച് അങ്ങനെ കുടിച്ചു. അങ്ങനെ പപ്സും കട്ട്ലറ്റൊക്കെ കഴിച്ച് തീരുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഗ്രേപ്പ് ലൈം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് പഠിക്കാനായിട്ട് 2 പേരും ഗ്രേപ്പാണ് ലെമണാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ഇന്ന് ചേച്ചി സാരി ഉടുത്തത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ആ സാരിയിലായിരുന്നു കണ്ണ്, നല്ല ഭംഗിയുള്ള സാരിയായിരുന്നു കേട്ടോ. ചേച്ചി അധികം സാരിയാണ് ഉടുക്കാറുള്ളത്. ആളെ മെലിഞ്ഞത് കൊണ്ട് സാരി ഉടുത്താൽ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി സാരിയൊക്കെ ഉടുത്തിട്ടാണ് ആൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ എന്താണ് പപ്സൊക്കെ കഴിച്ചിട്ട് പിന്നെ 2 പേരും യാത്രയൊക്കെ പറഞ്ഞ്, ചേച്ചി പിന്നെ പഞ്ചായത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആൾ അതിന് പോയി. ഞാനങ്ങനെ വീട്ടിലേക്ക് ഉള്ള ബസ്സും കയറി അങ്ങനെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ പ്രകൃതി ഹോമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ ഓൺലൈനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതാണ് ലാൻഡ് മാർക്കാണ് കേട്ടോ കൊടുക്കാറുള്ളത്, പ്രകൃതി ഹോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. അങ്ങനെ ഞാൻ ബസ്സൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു നൊസ്റ്റു എൻ്റെ കണ്ണിൽ പെട്ടു കേട്ടോ. ഇത് കുറേ പേർക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളൊക്കെ കുറേ കളിച്ചതാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ ഒരു കായ് ഇങ്ങനെ തുപ്പലൊക്കെ നനച്ചിട്ട് നമ്മളിങ്ങനെ കൈയിൻ്റെ മേലെ വെച്ചാൽ വെയിലത്ത് ഇങ്ങനെ കാണിച്ചാൽ അത് പൊട്ടിത്തെറിക്കും കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് അങ്ങനെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ചാരുമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്തൊക്കെയോ പപ്പടമൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പപ്പടം കണ്ടാൽ പിന്നെ ആൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ മീനൊക്കെ വറുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവളിതാ ഞാൻ വരുമ്പോഴത്തേക്ക് പപ്പടമൊക്കെ വറുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മീനൊക്കെ വറുത്ത് കൊടുത്തു. ചാരുമോളും ചോറുണ്ടു, പിന്നെ ഞാനും ചോറ് കഴിച്ചു. അപ്പോൾ രാവിലെ തുണിയൊക്കെ കഴുകി വെച്ചിട്ടാണ് കേട്ടോ പോയത്. കഴുകി പിഴിഞ്ഞൊക്കെ വെച്ചിട്ട് പോയി. ഇപ്പോൾ വന്നിട്ടാണ് കേട്ടോ വിരിച്ചിടുന്നത്. കാരണം രാവിലെ സമയം ഉണ്ടായിരുന്നില്ല, വിരിച്ചിടാൻ സമയമില്ല ഒന്നാമത്. പിന്നെ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഉണങ്ങാനിട്ടതൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 2 അഴക്ക് ഫുള്ളും തുണികളായതുകൊണ്ട് തന്നെ അതിപ്പോൾ വേറെ സ്ഥലങ്ങളിൽ ഇടാനില്ലാത്തത് കൊണ്ടും ഞാനങ്ങനെ അത് എന്തായാലും ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും ഉണങ്ങട്ടെ എന്നും വിചാരിച്ച് ഞാൻ ഇപ്പോൾ കഴുകിയിട്ട തുണിയൊന്നും ഉണങ്ങാനായിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു. അങ്ങനെ പിന്നെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചാരുമോളുടെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാരുമോളിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, കാരണം എല്ലാ കുട്ടികളും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അവളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാരുമോൾ 4 ഡാൻസിനാണ് കേട്ടോ മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ 3 ഡാൻസിനും നടുവിൽ നിൽക്കുന്ന 2 കുട്ടികളിൽ ഇടതുവശത്ത് നിൽക്കുന്നതാണ് കേട്ടോ ചാരുമോൾ. ബാക്കി ഒരെണ്ണത്തിന് മാത്രം അറ്റത്ത് നിൽക്കുന്ന കുട്ടിയായിട്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2 ഡാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു.
അധികം വീഡിയോസ് അങ്ങനെ ഫോണിൽ എടുക്കാനും പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ മെമ്മറി ഫുള്ളായിരിക്കും, അതുകൊണ്ട് അങ്ങനെ വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. അപ്പോൾ നടുക്ക് നിൽക്കണതിൽ ഇടതുവശത്ത് നിൽക്കുന്നതാണ് കേട്ടോ ശാരമോള്. അപ്പോൾ എനിക്കത് പറയാനായിട്ട് വിട്ടുപോയിട്ടാ, അതുകൊണ്ടാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ എന്തായാലും നല്ല വെയിലൊക്കെ ഉണ്ട്, തുണിയൊക്കെ അങ്ങോട്ട് ഉണങ്ങാനിടുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോവും ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഭയങ്കര ക്ഷീണം. എന്തായാലും ഞാൻ കിടന്നുറങ്ങാനായിട്ട് പോവാണ് ഇത് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.